ഡൽഹിയിലെ കരോൾ ബാഗിൽ കെട്ടിടം തകർന്നു വീണു. നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായി സംശയം. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് വിനീത വിജിയുണ്ട്. വിനീത, എപ്പോഴായിരുന്നു ഈ സംഭവം? രക്ഷാപ്രവർത്തനം തുടരുകയാണല്ലോ അല്ലേ? ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹിയിലെ കരോൾ ബാഗിലാണ്. കരോൾ ബാഗിലുള്ള ബപ്പ നഗറിലാണ് ഇന്ന് രാവിലെയോടെ ആ കെട്ടിടം ഇടിഞ്ഞു വീണത്. ഇരുനില കെട്ടിടത്തിന്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞ് നിലം പതിച്ചത്. ആ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇപ്പോഴും മറുവശത്ത് നിന്ന് ആ കെട്ടിടാവശിഷ്ടങ്ങൾ താഴേക്ക് ഇങ്ങനെ നിലം പതിക്കുകയാണ്. ഇതിനോടകം തന്നെ ഇവിടെ കുടുങ്ങിക്കിടന്ന രണ്ടുപേരെ പുറത്തെത്തിച്ചിട്ടുണ്ട്. അവരെ സമീപമുള്ള ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അവർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ ആ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും താഴേക്ക് ഇങ്ങനെ നിലം പതിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇങ്ങനെ വളരെയധികം കെട്ടിടങ്ങൾ ഇങ്ങനെ തിങ്ങിപ്പാർത്തിട്ടുള്ള ഒരു മേഖലയാണ്. ആളുകളൊക്കെ അങ്ങനെയാണ് ഇവിടെ താമസിക്കുക. അതുകൊണ്ട് തന്നെ ഈ കെട്ടിടം ഇടിഞ്ഞു വീണതിനെ തുടർന്ന് ഈ മേഖലയിലേക്ക് ഇപ്പോൾ ആളുകൾ ഇങ്ങോട്ടേക്ക് കടക്കരുതെന്ന നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. ഇവിടെയുള്ള ആളുകൾ അവരിപ്പോൾ നമുക്കൊപ്പം ചേരും. ഇന്ന് രാവിലെയോട് കൂടിയാണ് ഈ കെട്ടിടം ഇടിഞ്ഞു വീണതെന്നാണ് ഇവർ പറയുന്നത്. ഏതാണ്ട് 3-4 പേർ ഇതിനുള്ളിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. अंदर की उतनी पता क्या आदमी है, ये किसी को कंफर्म नहीं है, पर 2 आदमी निकाले गए हैं, वे अभी ठीक है, हॉस्पिटल चले गए और रेस्क्यू चालू है। रीजन बारिश, इतनी बारिश हो रही, दिल्ली में कभी इतनी बारिश तो हुई नहीं। इतनी बारिश की वजह से पानी वानी भर गया मकान में। वैसे कोई भूकंप वगैरह या कोई हादसा वैसा तो है नहीं, ये सब कुदरती है। അദ്ദേഹം പറയുന്നത് ഇന്ന് രാവിലെ ഏതാണ്ട് ഒരു 9 മണിയോട് കൂടിയാണ് ഈ അപകടമുണ്ടാകുന്നതെന്നാണ്. 2-3 പേർ ഇതിനുള്ളിൽ കുടുങ്ങിക്കിടന്നിട്ടുണ്ടായിരുന്നു. അവരിപ്പോൾ പുറത്ത് എത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നതനുസരിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഡൽഹിയിൽ അതിശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നു. ഈ മഴയൊക്കെ തന്നെയാണ് ഈ കെട്ടിടത്തിന്റെ ബലക്ഷയത്തിന് കാരണം. അങ്ങനെയാണ് ഈ കെട്ടിടം ഇടിഞ്ഞു വീഴാനുണ്ടായ കാരണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ പുറത്ത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കെട്ടിടം ഇതിന്റെ അവശിഷ്ടങ്ങൾ വീണിടക്കുന്ന ഭാഗത്താണ്. ഇതിന്റെ മറുവശത്ത് ഇപ്പോഴും രക്ഷാപ്രവർത്തനങ്ങളും മറ്റു പരിശോധനകളൊക്കെ തന്നെ തുടരുകയാണ്. ഇതിനോടകം തന്നെ 4 ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ പോലീസും എത്തിയിട്ടുണ്ട്. ഈ സുരക്ഷയും മറ്റുമായി ബന്ധപ്പെട്ട് ഇതിനിടയിൽ ഇനിയും ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ പരിശോധിച്ചു വരികയാണ്. ഒപ്പം തന്നെ 2 പേരെ ഇപ്പോൾ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇതിന് മുകളിലൊക്കെ തന്നെ ഈ നിൽക്കുന്ന കെട്ടിടത്തിന്റെ മുകളിലൊക്കെ തന്നെ മറ്റ് കുടുംബങ്ങളൊക്കെയാണ് താമസിക്കുന്നത്. ആളുകൾ താമസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മറുവശത്ത് ഈ കെട്ടിടം ഇടിഞ്ഞു വീണതിനെ തുടർന്ന് അവർക്കും വലിയ രീതിയിലേക്കുള്ള ആശങ്ക കൂടി ഉണ്ട് ഈ ഘട്ടത്തിൽ. എന്താണെങ്കിലും ഇപ്പോൾ 2 പേരെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. കൂടുതൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരുന്നുമുണ്ട്. വിനീത വിജിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.